സാർ നമസ്കാരം. നമസ്കാരം. കോൺഗ്രസ് കുറേ കാലമായി വിവാദങ്ങളുടെ പുറകെ തന്നെയാണ്. പല വിഷയങ്ങളിലും വിവാദങ്ങളിൽ ചാടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭരണത്തിലില്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് അത്തരം വിവാദങ്ങൾ കോൺഗ്രസിനെ വീണ്ടും വലിയ ചുഴിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ AICC നടത്തിയ ഒരു ചടങ്ങിൽ വന്ദേമാതരം പാടുന്ന സമയത്ത് വന്ദേമാതരത്തിൻ്റെ അവസാന ഖണ്ഡങ്ങൾ പാടുന്ന ഘട്ടമായപ്പോൾ സോണിയാഗാന്ധി അത് തടയുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ആ സ്ഥലത്ത് അവിടെ നിൽക്കുന്നുണ്ട്. സോണിയാഗാന്ധി വന്ദേമാതരത്തിൻ്റെ അവസാന ഭാഗം പാടുമ്പോൾ അത് തടയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ 1937 ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിൽ ഒരു ആനന്ദമഠം എന്ന നാടകത്തിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത്. പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഈ ഗാനം വലിയ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജം പകരുന്നൊരു ഗാനമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത് ജനഗണമന എന്ന ഗീതത്തോടൊപ്പം ഇതുകൂടി ദേശീയ ഗാനമായി ചേർത്ത് പാടുകയുണ്ടായി. ടാഗോറാണ് ആദ്യം ഈ ഗാനത്തിന് ഈണം നൽകി പാടിയത്. പിന്നീട് ഈ ഗാനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഹിന്ദു ദേവതമാരെ പ്രകീർത്തിച്ചുകൊണ്ട്, അതായത് കാളി രുദ്രയൊക്കെയായി ഭാരതാംബ മാറും, ബ്രിട്ടീഷ് അധിനിവേശം വന്നു കഴിഞ്ഞാൽ എന്ന തരത്തിൽ തന്നെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി അത് പറഞ്ഞു വച്ചിരുന്നത്. അതുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസത്തെ അത് ഹനിക്കുന്നതിന് അതിൻ്റെ പേരിൽ ആ അവസാന ഭാഗങ്ങൾ പാടേണ്ടതില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും മറ്റും അടങ്ങുന്ന ഒരു സമിതി തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് വന്ദേമാതരം അങ്ങനെയാണ് പാടിയിട്ടുള്ളത്. ലാസ്റ്റ് അവസാന 2 ഖണ്ഡങ്ങൾ ഒഴിവാക്കിയാണ് പാടുന്നത്. പക്ഷേ ഇപ്പോൾ BJP സർക്കാർ നിലവിൽ വന്നതിന് ശേഷം എല്ലാ സർക്കാർ പരിപാടികളിലും ദേശീയ ഗാനമായ ജനഗണമനയ്ക്കൊപ്പം വന്ദേമാതരത്തിനും പ്രാധാന്യം കൊടുക്കണം, അത് പൂർണ്ണമായി ആലപിക്കണം എന്നുള്ളൊരു തിട്ടൂരം നിലവിൽ വന്നിരിക്കുന്നു. ഇവിടെ AICC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വന്ദേമാതരം പാടുമ്പോൾ അത് അവസാന ഖണ്ഡങ്ങൾ പാടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവർക്ക് കൈക്കൊള്ളാമായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും പാടുകയും പാടുന്നതിനിടയിൽ കയറി തടസ്സപ്പെടുത്തുക എന്നുള്ളത്, ദേശീയഗാനം ആരും പാടണമെന്നുള്ളത് നിഷ്കർഷിച്ചിട്ടില്ല, വേണമെങ്കിൽ പാടാതിരിക്കുക. പക്ഷേ ഇത് പാടുന്ന ആളുകളെ തടസ്സപ്പെടുത്തുക, ദേശീയഗാനത്തെ അവഹേളിക്കുക ഒക്കെ ക്രിമിനൽ കുറ്റമാണ് എന്നിരിക്കെ സോണിയാഗാന്ധി അത്തരത്തിൽ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ വീക്ഷിക്കപ്പെടുന്നു. അത് നടപടിയിലേക്ക് പോകും. ഇവിടെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വലിയ വലിയ കൊള്ളയും ഒക്കെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയായി ഇത് വീണ് കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പാർലമെൻറ്റ്, രാജ്യസഭയും ലോകസഭയും സ്തംഭിച്ച് നിൽക്കുകയാണ്. ഭരണപക്ഷത്തിന് ഒരു കാരണവശാലും അവിടെ ഒന്നും പറ്റാത്തൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും തല കുമ്പിട്ടിട്ടാണ് നടക്കേണ്ട ഗതികേടാണുള്ളത്. അവർ പാറ്റാ സമരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു. പാറ്റാ സമരത്തിൽ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി ചെറുതൊന്നുമല്ല. അവസാനം മുട്ടുകുത്തേണ്ടി വന്നു, എണ്ണ വരയ്ക്കേണ്ടി വന്ന ഒരു ഗവൺമെൻറ്റായി മാറി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള സീറ്റിൽ പ്രശാന്ത് കിഷോർ ജയിച്ചത് വൻ ഭൂരിപക്ഷത്തിനാണ്. അതായത് BJP ഭരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ BJPക്കെതിരെ വലിയ ജനരോഷം ആളിപ്പടരുന്നു എന്നുള്ളതാണ് സത്യം. BJP അണികൾ പോലും BJP നേതാക്കന്മാരെ തള്ളിപ്പറയുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. അതിനേക്കാൾ ഭീകരമായൊരു സത്യം, അയോധ്യ വഴിയാണ് BJP ഇന്ത്യയിൽ ഏറ്റവും അധികം ശക്തമായത്. എന്നാൽ അയോധ്യയിൽ നരേന്ദ്രമോദിയുടെ വക്താക്കളായ ആളുകൾ അവിടെ നടത്തിയുള്ള കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. BJPയുടെ അടിത്തറ മാന്തുന്ന ഒരു കാര്യമാണ് ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന രാമം ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ നടത്തിക്കുന്ന കൊള്ള ഇന്ത്യയിലെ മറ്റേത് ക്ഷേത്രത്തെക്കാൾ ഭീകരമാണ്. നമുക്കറിയാം, ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിനേക്ക് എത്രയോ ഇരട്ടി കൊള്ളയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തിച്ചു കൊടുത്ത സ്വർണവും വെള്ളിയും അതേപോലെ വജ്രവും അതേപോലെ പണവും എല്ലാം അടിച്ചു മാറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ഭണ്ഡാരം എണ്ണുന്നതിലെല്ലാം തന്നെ തട്ടിപ്പാണുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിഷയങ്ങൾ തന്നെ വലിയ തോതിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വടക്കേ ഇന്ത്യ ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട കോൺഗ്രസ്
പ്രതിപക്ഷം ഇപ്പോൾ ഒരു അനാവശ്യമായ വിവാദം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതായത് വന്ദേ മാതരം എന്ന് പറയുന്ന നമുക്കറിയാം ദേശീയ ഗാനം. മുമ്പ് ആ പാട്ട് വന്ന പുറത്ത് വന്ന ആ കാലഘട്ടത്തിൽ തന്നെ അതിലെ ചില ഭാഗങ്ങൾ, അവസാനത്തെ 2 ഖണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന് രവീന്ദ്രനാഥ ടാഗോറും അതേപോലെ ഗാന്ധിജിയും നെഹ്റുവും എല്ലാം അന്ന് തീരുമാനിക്കുകയും അത് പ്രാവർത്തികമാകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ് ആ 2 ഖണ്ഡങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ അത് ഒരു വലിയ വിവാദം ഉണ്ടാക്കുക, അത് പാടാതിരുന്നാൽ നിയമക്കുരുക്കിൽ പെടുമെന്ന് പ്രഖ്യാപിക്കുക, അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കെ അത് ആവശ്യമുള്ള ഭാഗം മാത്രം പാടിയാൽ മതിയല്ലോ. ആവശ്യമില്ലാത്ത ഭാഗം പാടരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സാർ, AICCയുടെ പരിപാടിയായിരുന്നു. കാരണം അവിടെ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കൊക്കെ പരിപൂർണ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള അധികാരമുള്ള ആളുകളാണ്. അങ്ങനെയെങ്കിൽ അവർ പാട്ട് മുഴുവനായിട്ട് പാടിപ്പിക്കേണ്ടതില്ലായിരുന്നു, ആവശ്യമുള്ള ഭാഗം മാത്രം പാടിപ്പിക്കാം. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എന്നിവർ പറയുന്ന ഭാഗം പാടിപ്പിക്കുകയും ആ പാടുന്ന അവസരത്തിൽ തടയുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു കുറ്റകൃത്യമാണ്. എന്തിനാണ് ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അവർ ആകെ പെട്ടിരിക്കുകയാണ് BJP. എവിടെ നോക്കിയാലും BJPക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോവുകയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടായിരിക്കുന്ന അമിത്ഷായ്ക്ക് പാർട്ടിക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമം, ആ വെടിവെപ്പ്, അതിനൊക്കെ ഉത്തരം പറയാൻ പറ്റാതെ അമിത്ഷായ്ക്ക് ലോക്സഭയിൽ രാജ്യസഭയിലും കയറാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ആ സന്ദർഭത്തിൽ എല്ലാം കൊണ്ടും BJPക്ക് എതിരെ ഒരു വല്ലാത്ത ജനവികാരം ഉയർന്ന് ഇന്ത്യയിൽ BJPയുടെ അസ്തിത്വം തന്നെ തോണ്ടുന്ന ഒരു അവസ്ഥ വന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു അനാവശ്യമായ വിവാദം BJPക്കെല്ലാം ഗുണമാക്കി മാറ്റാനുള്ള തന്ത്രത്തിലാണ് BJP. അത് കിട്ടിയ അവസരം മുതലാക്കാൻ BJPയെ പോലെ ഇത്ര സമർത്ഥരായ നേതാക്കന്മാരില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ മിഷനറി അപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കും. RSS അത് ഏറ്റെടുക്കും. അത് ഗ്രാമങ്ങളിൽ വീടുകളിൽ പോലും അതിൻ്റെ പ്രചരണം എത്തിക്കും. ഇന്ത്യക്കെതിരാണ് സോണിയാഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നുള്ള വരുത്തിക്കാൻ അവരെ കൊണ്ട് കഴിയും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ദേശീയ ആദ്യമായി ഇന്ത്യൻ നാഷണൽ വന്നത് തന്നെ എന്തിനാണ്? ഇന്ത്യൻ നാഷണൽ കൊണ്ടുവന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. എയോഹ്യം എന്ന് പറയുന്ന വിദേശിയാണ് അതിന് തുടക്കമിട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ തുടക്കമിട്ടത്. പിന്നീട് വിദേശിയായ ആനി ബെസന്റ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സോണിയാഗാന്ധി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനും പ്രതിപക്ഷ നേതാവ് വഹിക്കുന്നതിനും തടസ്സമല്ല. അവർ നാഷണൽ ലീഡർ തന്നെയാണ്. അവർ വിദേശിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രം അവർക്ക് അയോഗ്യതയൊന്നുമില്ല. അപ്പോൾ പക്ഷെ ആവശ്യമില്ലാത്ത വിവാദമുണ്ടാക്കി വട്ടി കൊടുത്ത് അടിവേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ BJPയുടെ ചാരന്മാരായിരിക്കണം. കോൺഗ്രസിൽ കടന്നു കയറിയ BJPയിലെ കടന്നു കയറിയിട്ടുള്ള ചാരന്മാരായിരിക്കണം ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധി കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കാൻ പറ്റും. എന്തായാലും BJPക്ക് വീണ് കിടക്കുന്ന BJPക്ക് ഉണർന്ന് പ്രവർത്തിക്കാനും അവർക്ക് അവസരത്തിന് ഉയരാനും ഒരു അവസരം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതവും കോൺഗ്രസിന് തന്നെയാണ് ദോഷമാകാൻ പോകുന്നത്. അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങൾ, ഒരു 4-5 സ്റ്റേറ്റുകളിൽ, മഹാരാഷ്ട്രയും ഉത്തർപ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായും ഒരു അനുകൂല തരംഗം ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ ഈ ആയുധം മാത്രം മതി ചിലപ്പോൾ BJPക്ക്. മുമ്പ് നമുക്കറിയാം പഹൽഗാം ിലുണ്ടായ സൈനിക നടപടിയിൽ ഭീകരാക്രമണമെല്ലാം ഉപയോഗിച്ചിട്ടാണ്, ദേശീയത ഉണർത്തിയിട്ടാണ് ഇന്ത്യയിൽ BJP രണ്ടാമത് വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് ഒരിക്കൽ ഇലക്ഷൻ സമയത്ത്. ഇതേപോലെ തന്നെയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഈ ദേശീയ ഗാനം ഉപയോഗിച്ച് ഇന്ത്യയിൽ മുഴുവൻ ഒരു കോൺഗ്രസിനെതിരെയുള്ള തരംഗമുണ്ടാക്കാൻ BJP ഇപ്പോൾ ശ്രമിക്കുകയാണ്. അത് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. പലയിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് വരെ കോൺഗ്രസിന് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും വടി കൊടുത്ത് അടിവെടിച്ചതാണ് കോൺഗ്രസ് എന്നുള്ള യാതൊരു സംശയമില്ല.